ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു അമ്മയും മോളുമാണ്. അഞ്ജലി നായർ ആൻഡ് ആവണി ചേച്ചി, രണ്ടുപേർക്കും താങ്ക് യു. വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ സൂര്യയെ കാണാൻ പറഞ്ഞ ഭയങ്കര ബഹളായി. നമ്മള് ഹസ്ബൻഡ് ഒരു പ്രസ് മീറ്റിന് കൊണ്ടുപോയി അവിടെ പോയി കണ്ട് ഒരു ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് തോളത്ത് പിടിച്ച ഒരു ഫോട്ടോ തന്നെ അങ്ങ് ആഹ്ലാദിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം തന്നെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയ ഒരു മോളെ പോലെ ഭയങ്കരമായിട്ട് ലവബിൾ കൺസേൺ ആണ്. അപ്പം അതേപോലെ എല്ലാവരും ഓരോ പടങ്ങൾ കാണിക്കുമ്പോൾ വിക്രം സാറിൻ്റെ പടങ്ങൾ കാണുമ്പോൾ ഇത് ഭയങ്കര ആക്ടറല്ലേ അമ്മേ, പക്ഷെ അദ്ദേഹത്തിൻ്റെ മോളായിട്ട് അവൾ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ തേടി വരാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണല്ലോ. അപ്പം ശരിക്കും ഒരു കാസ്റ്റിംഗ് ഇപ്പം പലരും പല രീതിയിൽ വിവാദമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒരു പ്രോപ്പർ കാസ്റ്റിംഗ് അല്ല. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെങ്ങനെ നിൽക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ കാര്യങ്ങൾ വരിക. ഈ കാസ്റ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ഒരുപാട് ഏജൻസികൾ ഫേക്കായിട്ടുള്ള ന്യൂസ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഏജൻസിയിലുള്ള ആളുകൾ ഫേക്കായിട്ട് അവരെ ജെനുവിൻലി കാര്യങ്ങൾ അറിയിക്കുന്ന രീതിയിൽ അറിയിച്ചിട്ട് അവരെ കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്വയം സെക്യൂർ അനുസരിച്ചിട്ടിരിക്കും. ഇനി ഒരു പ്രൊഫഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ആക്ട്രസ് എന്നല്ലാന്നല്ലെങ്കിൽ പിന്നെ ആരാവണം എന്നാണ് ആവണിയുടെ ആഗ്രഹം? ഞാൻ പഠിക്കണമെന്നേ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഞാൻ ആകെ പറയണത്, അതായത് ഇപ്പൊ 100-ൽ ഇപ്പൊ ലിറ്ററലി ഒരു 20 മാർക്ക് മതിയെങ്കിൽ 20-ഓ 21-രോ അത് വാങ്ങിച്ചാൽ മതി. എന്താണ് ഞാൻ പറയുന്നത്? ഒരു 10-15 ഒക്കെ മേടിച്ചാൽ അമ്മയ്ക്ക് നോ റിയാക്ഷൻ ആണ്. ഇനിയിപ്പം 80-ൽ ഒരു 75 മേടിച്ചാലും നോ റിയാക്ഷൻ ആണ്. എന്താ ചേച്ചി ഒരു വികാരം? പുതിയ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് മോളോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതുപോലെ ചേച്ചിയോടും കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ള എന്താണെന്ന് പറഞ്ഞോ ചേച്ചി, ഇനി അപ്കമിങ് മൂവീസ് അല്ലെങ്കിൽ ഇപ്പം ഈ തെലുങ്കു ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അശ്വിൻ ചന്ദ്രശേഖർ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. പിന്നെ മുരളി ഗോപി എഴുതുന്ന ഒരു സിനിമയുണ്ട്, തമിഴ്നാടൻ ആര്യ നായകനായിട്ടുള്ള സിനിമയാണ്. അതിൽ മുരളിയേട്ടൻ്റെ വൈഫിൻ്റെ റോളാണ് ചെയ്യുന്നത്. പിന്നെ സുരാജ് വെഞ്ഞാറമ്മോടും റോഷനും ബ്രദേഴ്സായിട്ട് ചെയ്യുന്നൊരു പടം ഉണ്ടായില്ല, അവരുടെ സിസ്റ്ററായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒരു സിനിമയുണ്ട് റിവോൾവർ റിങ്കോ, അതിൽ വിഷ്ണുവിൻ്റെ സിസ്റ്ററായിട്ടാണ് ചെയ്യുന്നത്. അതിൽ റിവോൾവർ റിങ്കോയിൽ ഇവളും ഉണ്ട്, ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവളുടെ സിനിമ എന്ന് പറയുന്നത് ഫേസസ് എന്ന് പറഞ്ഞിട്ട് കലേഷ് അഭിനയിച്ച ഒരു നായകനായിട്ട് അഭിനയിച്ച സിനിമ. പിന്നെ ഏതാ കലേഷിൻ്റെ ചായം ഫേസസ്, പിന്നെ റിവോൾവർ റിങ്കോ, പിന്നെ ഏതാണ് ഇറങ്ങാനുള്ളത്? ഇല്ല അല്ലേ, ഇറങ്ങിയല്ലേ? അപ്പോൾ ചെയ്ത് ഓൾമോസ്റ്റ് ഒക്കെ ഇറങ്ങി ചെയ്തതല്ല. ഇനി ഒരു പ്രൊഫഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ആക്ട്രസ് എന്നല്ലാന്നല്ലെങ്കിൽ പിന്നെ ആരാവണം എന്നാണ് ആവണിയുടെ ആഗ്രഹം? അമ്മ പറഞ്ഞിട്ടുണ്ടോ ആവണി പഠിച്ചിട്ട് ഇങ്ങനെ ആവണം എന്നൊക്കെ? ഞാൻ പഠിക്കണമെന്നേ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഞാൻ ആകെ പറയണത്, അതായത് ഇപ്പൊ 100-ൽ ഇപ്പൊ ലിറ്ററലി ഒരു 20 മാർക്ക് മതിയെങ്കിൽ 20-ഓ 21-രോ അത് വാങ്ങിച്ചാൽ മതി. എന്താണ് ഞാൻ പറയുന്നത്? അത് ചേച്ചി അങ്ങനെ ചേച്ചി ഒരു മാതൃക. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ അവള് പഠിക്കുന്നുണ്ട്. കാരണം അവൾക്കെന്നൊരു തോന്നലുണ്ടല്ലോ. അപ്പൊ ഞാൻ സ്ട്രെസ് കൊടുക്കുമ്പോഴല്ലേ അവൾക്ക് എവിടെയെങ്കിലും പോയിട്ട് അമ്മ എന്തൊരു സ്ട്രെസ് അറിയോ പഠിക്കാൻ പറയുമ്പോ തരാം അങ്ങനെ. ഞാൻ പക്ഷെ പറയും പാസ് മാർക്ക് വാങ്ങിയാൽ മതി, അതിനുള്ളത് നീ പഠിച്ചാൽ മതി, പാസ്സായാൽ മതി. അപ്പൊ അവള് നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്. പക്ഷെ എന്നാണ് ആവണി അതിന്റെ ഒരു ഗുഡൻസ് എന്ന് പറയുന്നത്? അമ്മ ഇങ്ങനെ പറഞ്ഞാലും പഠിക്കുന്നുണ്ടല്ലോ. കാരണം അമ്മ ഇപ്പൊ ഞാൻ ഒരു 80-ൽ ഒരു 10-15 ഒക്കെ മേടിച്ചാൽ അമ്മയ്ക്ക് നോ റിയാക്ഷൻ ആണ്. ഇനിയിപ്പം 80-ൽ ഒരു 75 മേടിച്ചാലും നോ റിയാക്ഷൻ ആണ്. എന്താ ചേച്ചി ഒരു വികാരം? ഇങ്ങനെയല്ല, അവൾക്ക് തോന്നിയിട്ട് അവള് പഠിക്കണം. നമ്മളിപ്പോ എത്ര പറഞ്ഞാലും അവള് പഠിക്കണം, അവൾക്ക് എന്തെങ്കിലും ചെയ്യണം, ആവണം എന്നുള്ളത് അവൾക്കായിട്ട് ഉണ്ടാവേണ്ട ഫീലിംഗ് ആണ്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു പ്രായം വരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ അവൾ തന്നെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഓടി വരും, ഞാൻ പഠിപ്പിക്കും. ആവശ്യമുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്മയെ അല്ല അഞ്ജലി ചേച്ചി, ആവശ്യത്തിനുള്ളത് മാത്രം പഠിക്കുന്ന ഒരാളാണ്. ശരിക്കും നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇവള് ചെയ്ത സിനിമകളൊക്കെ രാത്രി ഷൂട്ടുള്ള സിനിമ. അപ്പൊ ഉറക്കമുളച്ചിരുന്ന് ഇവൾ അഭിനയിക്കണം, ഇനി പിന്നെ വന്നിട്ട് പഠിക്കണം എന്നൊക്കെ പറയുന്നത് ഒന്നെങ്കിൽ അഭിനയം അല്ലെങ്കിൽ പഠിക്കുക. അപ്പം ഇത് രണ്ടും കൂടെ അവൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ഇനി സിനിമയൊക്കെ ഓക്കെ എല്ലാവരും പറയുന്നതിന് ഇനി 100-ൽ 100 ഇപ്പുറത്തും വാങ്ങണം എന്ന് പറയുന്നത് ഒരു ഗ്രീഡി മദറായി പോകും, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത സ്ട്രെസ് കൊടുക്കുന്ന പോലെ ആയിപ്പോൾ. നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, നീ അഭിനയിക്കുന്നുണ്ട്, നീ പഠിക്കുന്ന കുട്ടിയാണ്, നീ പഠിക്കുന്നുമുണ്ട്, ബാലൻസ് ചെയ്തിട്ട് പോവുക അത്രേ ഉള്ളൂ. അപ്പം ആരാവണം എന്നാണ് ആഗ്രഹം?
എനിക്ക് ബിസിനസ് ഓൺടർപ്രണർ ആവണം എന്നാണ് ആഗ്രഹം. അതാകുമ്പോ ഇപ്പൊ അമ്മ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, BNI എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അപ്പോഴും BNI അല്ല, കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് BNI-ലാണ് ഒരു ഗ്രൂപ്പ് അല്ലേ, ഒരു ബിസിനസ് ഗ്രൂപ്പിലുണ്ട്. സോ അതാണ്. അപ്പോൾ ഒരു ഗിഫ്റ്റിങ്ങിന്റെ അപ്പൊ അതൊക്കെ കാണുമ്പോൾ അവൾക്കൊരു ബിസിനസ് ഓൺടർപ്രണർ ആവണം എന്നാളിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഇനിയിപ്പം ഈ സ്റ്റഡീസിലേക്ക് വരാണെങ്കിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് എന്തിനാണ്? എന്തായാലും അമ്മ പറഞ്ഞു മാർക്ക് മേടിച്ചോണ്ടെന്ന് ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. എന്തിനാ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് എന്തിനാ? അങ്ങനെ പറയാറ് ഇല്ല. ചേച്ചി ഒരു വികാരം ഇല്ലാത്ത ആളാണ്. ഞാൻ വഴക്ക് പറയുന്നത് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വഴക്ക് പറയും. പിന്നെ ഫോൺ അധികം നേരം യൂസ് ചെയ്താൽ വഴക്ക് പറയും. അതേപോലെ എന്തെങ്കിലും എടുത്തു വെക്കാൻ പറഞ്ഞു, ഞാനിങ്ങനെ രാവിലെ അതായത് തലേദിവസം സ്കൂളിൽ പോകുമ്പോഴായിരിക്കും ചില ബെൽറ്റ് അത് ഇതൊക്കെ തപ്പുക ചില ദിവസങ്ങളിൽ. അപ്പം ഞാനൊരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ ചാർട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം രാവിലെ രാത്രി ആകുമ്പോൾ എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ ചില ദിവസം എടുത്തു വെക്കില്ല. അപ്പം അതിന് വഴക്ക് പറയാറുണ്ട്. ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വഴക്ക് പറയാറുണ്ട്. അങ്ങനെ വഴക്ക് പറയുന്നൊരു അമ്മയാണ്, നല്ലോണം വഴക്ക് പറയുന്ന ഒരു അമ്മയാണ്. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്ക് പറയാറില്ല. ഏറ്റവും കൂടുതൽ തല പിടിക്കുന്നത് എന്തിനാ? കൂടുതൽ തല്ലുപിടിക്കുന്ന ഈ രണ്ട് മുടി ഇങ്ങനെ കമ്മലും കാണില്ല, മുഖവും കാണില്ല, മൊത്തം മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടും. അപ്പൊ അതിന് വഴക്ക് പറയാറുണ്ട്. പിന്നെ സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ഫാഷനിലേക്ക് ഫോളോ ചെയ്ത് പോകുന്ന ഒരാളല്ലേ? ഞാൻ ഈ 2 മുടി സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു മുടിയെങ്കിലും സ്ലൈഡ് ചെയ്ത് വെച്ചാൽ കമ്മല് കാണൂലോ എന്നാ പറയാ. സ്ലൈഡ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. എന്റെ മുഖത്തിന് അത് കൊള്ളില്ല. അപ്പോ കുട്ടിയുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യുന്നതിന് എന്തിനു ചേച്ചി പാവല്ലേ? ആണ്. ഇനി എന്തൊക്കെയാണ് ഇനി മറ്റു വിശേഷങ്ങളില്? മറ്റു വിശേഷം ലൈക്ക് ഇപ്പോൾ ഹസ്ബൻഡ് സ്ക്രിപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓൺ ഡയറക്ഷനിലുള്ള സിനിമയുടെ പൈപ്പ് ലൈൻ വർക്കിലാണ്. ബേസിക്കലി ഈസ് ആൻ ആർട്ട് ഫിലിം മേക്കർ. അപ്പം ഈ സിനിമയിലേക്ക് കടക്കുമ്പോൾ ഇറ്റ്സ് ഇസ് ഡ്രീം. അപ്പം അതിലേക്കുള്ളൊരു ജൈത്രയാത്രയിലാണ്. അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് പോയി റീൽസ് ഒക്കെ കാണാറുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് ഞങ്ങൾ റീൽ എടുത്തതേ ഉള്ളൂ, ഞാനും ഹസ്ബൻഡും കൂടെ. അപ്പോൾ ഈ റീൽസിനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഇളയാള് വരാറുണ്ടോ? പിന്നെ ഭയങ്കര പാടാ ഫ്രെയിം ചെയ്ത് പുറത്താക്കാൻ. 12 മണിക്ക് അമ്മയും കൂട്ടും കൂടി എടുത്ത റീലില് കുനെ മാറ്റിട്ട് ഇവള് പോയി നിന്നു. എന്നിട്ട് ഫുൾ ഡാൻസ് ഫുൾ. പിന്നെ ഇവളെ മാറ്റിയിട്ടൊക്കെയാണ് ഒരു ഇത് ഞങ്ങൾ ടേക്ക് എടുത്തത്. ചെയ്തത് ഭയങ്കര കഷ്ടപ്പാടാണ് മൊത്തത്തില്. എനിക്ക് സംസാരിക്കുമെന്ന് അറിയില്ല. ഹലോ സംസാരിക്കൂന്നോ? ഇയാള് ചോദിക്കുന്ന ചോദ്യത്തിനേക്കാളും നന്നായി സംസാരിക്കും. ചേച്ചി എനിക്ക് ഞാനൊരു ആഗ്രഹം ചോദിക്കാം. എന്നാണ് ഈ ഒരു ആങ്കറിംഗിലേക്ക് വരെ ഇതുപോലൊരു ഇന്റർവ്യൂല്ലോ അങ്ങനെ അതിൽ താല്പര്യമുണ്ടോ? ഒരു ആക്ട്രസ് ആണ്. എനിക്ക് താല്പര്യം എന്നുള്ളതല്ല, പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഓഫ്കോഴ്സ് ഞാൻ ആങ്കർ ചെയ്യും. ഇപ്പം ഞാൻ ഈ പറയുന്ന ബിസിനസ് ഗ്രൂപ്പിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് വന്നാൽ ഞാൻ തന്നെയാണ് സ്റ്റേജിൽ കോർഡിനേറ്റ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും ആ പ്രോഗ്രാം കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ തന്നെ ആയിരിക്കും 90%. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ചെയ്യും, ഡെഫിനറ്റ്ലി ചെയ്യും. ഓഫ് കോഴ്സ്. ഈ വീട്ടിലെ രണ്ടുപേരുടെയും ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. ഇപ്പം ഒരാൾ നോക്കാൻ കുറച്ച് ഈസി ആയിരിക്കും, ഒരാൾ നോക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. അത് രണ്ടുപേരുടെയും ക്യാരക്ടർ ഒന്ന് ഡിഫൈൻ ചെയ്ത്. എനിക്ക് ഇവളെ നോക്കാൻ ഈസിയാണ്, ഇവളെ നോക്കാൻ ഭയങ്കര ടഫാണ്. അതായത് ഇവളുണ്ടല്ലോ, ഇവള് എങ്ങനെ ഇതൊക്കെ പഠിക്കുന്നതെന്ന് അറിയില്ല. ഇവളിപ്പോൾ കഴിച്ച പ്ലേറ്റൊക്കെ ഗ്ലാസ്സൊക്കെ തന്നെ കൊണ്ടുപോയി കിച്ചണിൽ വെക്കും. ഇവള് 10 പ്രാവശ്യം ഞാൻ പറയണം അവനീ കഴിച്ച പ്ലേറ്റ് കൊണ്ടകത്ത് വെക്കേ. അതുപോലെ കുറെ കാര്യങ്ങൾ ഇവള് അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇവളെ നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണം. അങ്ങനെ ചെറുപ്പത്തിലുള്ള ഭയങ്കര ക്വയറ്റായിരുന്നു അവന്. ഭയങ്കര ഒരു 4 വയസ്സ് വരെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ മഞ്ചാടിക്കൂരൊക്കെ വലിയ വികൃതി ഒന്ന് കാണിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ ഒരു ഗുരു പോലും നീ വരരുതെന്ന് ഞാൻ പറയാറുണ്ട്. ഭയങ്കര ആണ്. ഇപ്പം ഒത്തിരി ഫാൻ ബേസ് ഉണ്ടായിരിക്കുമല്ലോ നമ്മളുടെ ഓരോ അഭിനയം കാണുമ്പോഴത്തേക്കും. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്ത് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് വിളിച്ചിട്ടുള്ള കാര്യം എന്താണ്? വിളിച്ചിട്ടുള്ളത് ഈ 3 സിനിമകളും ഫിനിക്സ്, ARM, വീരധീരസൂരൻ, റെട്രോ, ഈ 4 മൂവീസിനും വിളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ടുള്ളൊരു കോൾസോ മെസ്സേജോ എന്തായിരുന്നു? ഫിനിക്സില് അജു വർഗീസ് അങ്കിൾ മെസ്സേജ് ചെയ്തു, പിന്നെ ചന്ദ്രനാഥ് മെസ്സേജ്. പിന്നെ റെട്രോ സിനിമ കണ്ടിട്ട് സുരാജ് വെഞ്ഞാറമൂട് സുരാജേട്ടൻ വിളിച്ച് പ്രശംസ അറിയിച്ചു. RDXന്റെ ഡയറക്ടർ വിളിച്ചു ഫിനിക്സ് കണ്ടിട്ട്. അങ്ങനെ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോരുത്തർ വിളിച്ച് അഭിപ്രായം പറയാറുണ്ട്. ARM കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു. ഒരുപാട് പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ആവണീനെ. ARMിൽ വേറെ രീതിയിലുള്ള ഒരു ആക്ടിങ്ങും ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ ആയിരുന്നു. അത് ഇവളാണോ എന്ന് ചോദിച്ചവരുണ്ട്, അടുത്തറിയുന്നവർ പോലും. അപ്പം അങ്ങനെ ഒരുപാട് ഓരോ സിനിമ വരുമ്പോഴും ഓരോ കാറ്റഗറി ആൾക്കാരെ വിളിക്കാറുണ്ട്.
പക്ഷെ അവളുടെ ഒരു ഏജ് വെച്ച് ചെറിയ പ്രായത്തിൽ ഇത്രയും അല്ലേ ഒക്കെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവള് നല്ലൊരു കാര്യം തന്നെയാണ്. വളർന്നു വരുന്ന ഒരു നായിക, അല്ലെങ്കിൽ അല്ലെ ഒരു അല്ല എന്താ പറയാനുള്ള ആവണി? എനിക്ക് വളർന്നു വരുന്നൊരു നായികയാണ് ആണ്, ഞാനത് സമ്മതിച്ചു തരും. അത് ശരിക്കും, കാരണം മോളിപ്പോ ചെയ്ത ഓരോ ക്യാരക്ടേഴ്സും ഒന്നിനൊപ്പം മെച്ചമാണ് അല്ലേ ചേച്ചി? ഓരോ ക്യാരക്ടേഴ്സും ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചിനെ എടുത്തറിഞ്ഞാൽ ചേച്ചിനെ എടുത്ത് നോക്കി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു മോളെ ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ. പിന്നെ ഉറപ്പായിട്ടും, കാരണം വെച്ചാൽ ഇപ്പൊ മിനിഞ്ഞാന്ന് തന്നെ എനിക്ക് എന്തിനാ ചെറിയൊരു വിഷമമുണ്ട് അല്ല, ആക്ച്വലി മിനിഞ്ഞാന്ന് ഇന്നലെ ഒരു ഫാഷൻ ഷോയിൽ അവളെ വിളിച്ചപ്പോ എന്റെ വളരെ അടുത്ത സുഹൃത്തെ വിളിക്കണം. അപ്പം ഹലോ ഞാൻ പറയൂ ആവണിയുടെ അമ്മയല്ലേ? അപ്പൊ ഞാൻ അതെ ആവണിയുടെ അമ്മയാണ്. അവൻ തിരിച്ചു വിളിക്കുമ്പോഴേ ഞാൻ പറയാം ഞാൻ ആവണിയുടെ അമ്മയാണേ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്, കാരണം ഇവർ രണ്ടുപേരും ഓരോ രീതിയിൽ വളർന്നു വരുമ്പോൾ ഓരോ കാര്യങ്ങളിൽ അച്ചീവ്മെന്റ്സ് നേടുമ്പം ശരിക്കും ഐ ഷുഡ് ബി വെരി പ്രൗഡ്, ഹാപ്പി. ഒരമ്മയാണ് അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഇപ്പം നമുക്ക് മോളും വളർന്നു വരുന്ന ഒരു നായികയാണ്, നല്ലൊരു നടി ആവട്ടെ എന്ന് ഞാൻ പറയാണ്. കാരണം ഓൾറെഡി ആണ്. അപ്പോൾ ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കേട്ട് വരുന്നതാണ് ഈ ഒരു മേഖലയിൽ കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ. അതിനെക്കുറിച്ച് ഒരു ആക്ട്രസ് എന്ന നിലയ്ക്ക് ചേച്ചി എന്തായിരിക്കും പറയാ? നമ്മൾ നമ്മുടെ സ്പേസ് സെക്യൂർഡ് ആക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ എവിടെ വരെ പോകണം, എത്ര ലിമിറ്റ് ക്രോസ് ചെയ്യണം, എന്ത് യൂസ് ചെയ്യണം, എന്ത് ചെയ്യരുതെന്നൊക്കെ ഉള്ളത്. ഇപ്പം ഇവളാണെങ്കിലും ഈ പ്രായത്തിലെ അമ്മ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ലുലു പോവാണ്, സിനിമ കാണാൻ പോവുകയാണ്, ഞാൻ പറഞ്ഞ ഒരു ബാഗിൻ്റെ പാക്കേജ് പോലെ അമ്മേനെയും കൊണ്ട് പോയാൽ മതി. ബിക്കോസ് എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് എല്ലായിടത്തും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അമ്മുമ്മയായിട്ട് പോയാൽ ആരും അമ്മുമ്മയെ കൊണ്ടുവരുന്നില്ലേ? അപ്പം ഒരു കുഴപ്പമില്ല, നീ അമ്മുമ്മയെ കൊണ്ടുപോയാൽ മതി. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ഇവരെവിടെയാണ് പോകുന്നത്, എന്താ ഉണ്ടാവുക നമുക്കറിയില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ഒരു സ്വീറ്റ് അഡ്വൈസ് ആയിട്ട് കൊടുക്കാനാണെങ്കിൽ ചേച്ചി ഇത് തന്നെയായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെയാണ്. എന്തുണ്ടെങ്കിലും വന്ന് പറയുക, കാര്യങ്ങൾ പറയുക, ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം ഓരോ മൂവീസ് ചെയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം ഹോളിവുഡ് ആണെങ്കിലും മോളിവുഡ് ആണെങ്കിലും. അപ്പം ഏതൊരു കാറ്റഗറിയിലാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത്? കാറ്റഗറി എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ആണോ? എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് ഇപ്പം തെലുങ്കു ഈസി ആണെന്നുള്ളത് മനസ്സിലായി. ഭയങ്കര ടഫായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഈസിയാണ്. ഓഫ് കോഴ്സ് മലയാളം വിടില്ല എന്നല്ല, അതും ഇഷ്ടമാണ്. പക്ഷെ തമിഴ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. ബോളിവുഡിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകും, ചെയ്യും. അവള് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ബോളിവുഡിലേക്ക് പോകാൻ. അവൾക്കൊരു ഓഡിഷനൊക്കെ വന്നതാണ്, ബട്ട് അത് പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് ഇങ്ങനെ എല്ലാ ലാംഗ്വേജസും ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമാണ്. ഞാൻ സാൻസ്ക്രിറ്റിൽ ജയറാമേട്ടൻ്റെ വൈഫായിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ ഇവൾക്കും പല ലാംഗ്വേജസിൽ ചെയ്യണം എന്നുള്ള താല്പര്യമാണ്. ആണ്. ഈ ബോളിവുഡിലേക്ക് ചെല്ലുമ്പോൾ ശരിക്കും എന്ത് ക്യാരക്ടറാണ് മോൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഉള്ളത്, അല്ലെങ്കിൽ ആരെ കൂടെ അഭിനയിക്കണം എന്നാണ്? ഹീറോന്റെ മോളായിട്ടോ ഹീറോന്റെ സിസ്റ്റർ ആയിട്ടോ? എനിക്ക് വലിയ ആഗ്രഹങ്ങൾ ഒന്നുമില്ല. അമ്മയെ പോലെ സിസ്റ്റർ ആയിട്ടോ ഒക്കെ നടക്കുന്നു ആണ്, അങ്ങനെയൊക്കെയാണ്. ബാക്കി പറയൂ. ആരുടെ കൂടെയാണ് അഭിനയിക്കുന്നത്? എനിക്ക് ഫീമെയിൽ ആണെങ്കിൽ എനിക്ക് ആലിയ ഭട്ട്, കജോൾ, കരീന ഒക്കെ അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ മെയില് ഒരു ക്യാരക്ടർ അല്ല ആക്ടർ ആണെങ്കിൽ ഹൃത്തിക് റോഷൻ, ഷാറൂഖ് ഖാൻ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, പറയുന്ന പേരുകൾ കേട്ടറിഞ്ഞു. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാരല്ലേ? അല്ല, അതിപ്പോ നമ്മൾ ആശ്ചര്യപ്പെട്ടിട്ട് അതെ. അല്ല, പക്ഷെ ആഗ്രഹിക്കുമ്പോ നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കണം, അപ്പോഴാണ് നമുക്ക് കിട്ടാന്ന് പറയണ പോലെ ഇവിടെ എന്താ ആഗ്രഹിച്ചാലും ഇവൾക്ക് അത് കിട്ടാറുണ്ട് കേട്ടോ. ഇവള് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ സൂര്യ കാണാൻ പറഞ്ഞ ഭയങ്കര ബഹളായി. നമ്മള് ഹസ്ബൻഡ് ഒരു പ്രസ് മീറ്റിന് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് തമിഴ് മൂവീസിൽ. അവിടെ പോയി കണ്ട് ഒരു ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് തോളത്ത് പിടിച്ച ഒരു ഫോട്ടോ തന്നെ അങ്ങ് ആഹ്ലാദിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം തന്നെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയ ഒരു മോളെ പോലെ ഭയങ്കരമായിട്ട് ലവബിൾ, കൺസേൺ ആണ്. അപ്പം അതേപോലെ എല്ലാവരും ഓരോ പടങ്ങൾ കാണിക്കുമ്പോൾ വിക്രം സാറിൻ്റെ പടങ്ങൾ കാണുമ്പോൾ ഇത് ഭയങ്കര ആക്ടറല്ലേ അമ്മേ, പക്ഷെ അദ്ദേഹത്തിൻ്റെ മോളായിട്ട് അവൾ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവളെ തേടി വരാറുണ്ട്. ആണ്. അവനി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മോനെ? കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല നമുക്കത്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് സാറിന്റെ കൂടെ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഒരു ആക്സിഡന്റ് കഴിയുമ്പോ തന്നെ സൂര്യാങ്കിള് വരും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനാണെങ്കിൽ ഓക്കെ, ഞാൻ പിന്നെ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ വരുമോ, സൂര്യാങ്കിള് വരുമോ, കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ചാൻസ് കുറവാണ്, വരാൻ സാധ്യതയില്ല. പക്ഷെ ഈ ആക്സിഡന്റ് അറിഞ്ഞപ്പോ തന്നെ പിന്നെ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതേ വന്നോണ്ടിരിക്കുക, സൂര്യാങ്കിള് വന്നോണ്ടിരിക്കുകയാണ്, പോവണ്ട, അവിടെ തന്നെ നിന്നോളൂ, ഇപ്പൊ വരും എന്ന് പറഞ്ഞു. അങ്ങനെ
കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് ഒരു ഇച്ചിരി ദൂരം ഒരു 2 minutes എന്തോ ട്രാവൽ ചെയ്തിട്ട് സൂര്യങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അങ്ങനെ കണ്ട് സംസാരിച്ചു, ഫോട്ടോ എടുത്തു, അങ്ങനെ കുറെ സോറി ഒക്കെ പറഞ്ഞു. ആണ് ശരിക്കും ഇപ്പൊ കൈയുടെ കണ്ടീഷൻസ് എന്താണ്? ഓക്കെ ആയിട്ട് എല്ലാം ഓക്കെ okay ആണ്. പെട്ടെന്ന് അങ്ങനെ അറിയില്ല. ഇവിടുന്ന് 30% പൊള്ളി, ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ പൊള്ളിയായിരുന്നു. ഇവിടെ എവിടെയൊക്കെ മുടിയൊക്കെ കുറച്ച് പോയി, പിരികം പോയി, കണ്ണിന്റെ ലാഷസ് ഒക്കെ മാറി വന്നു. ശരിക്കും സാർ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലാണ് ശരിക്കും അത്. ആ സാറിന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ശരിക്കും അവനുടെ ഫേസിൽ അതുണ്ട്. ഇവള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഇവളത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. പെട്ടെന്ന് അവനീ കണ്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ചെയ്യാനിരുന്ന കാര്യങ്ങളും പറയാനിരുന്ന കാര്യങ്ങളും ഒക്കെ വിട്ടുപോയി, ഒക്കെ മറന്നുപോയി. ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കുറെ ഫോട്ടോസ് ഒക്കെ ഇറങ്ങി. ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഈ ഇരിപ്പ് തന്നെയായിരുന്നു. സൂര്യങ്ങൾ കയറിയപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ സൂര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആവണി പ്ലീസ് കം ടു ദി സ്റ്റേജ്. ഞാൻ തന്നെ ആണ് ശരിക്കും ചില കുട്ടികൾക്ക് അസഹ്യം തോന്നിയിട്ടുണ്ടാവും. കാരണം ഈ ഒരു ചെറുപ്രായത്തിൽ സാറിനെ കൂടെ ഒക്കെ അല്ലേ ഇവളോടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും ഇവളെ ഫിലിംസ് ഒക്കെ ഒരുമിച്ച് പോയി കാണാനൊക്കെ നിൽക്കുന്ന ഗാങ്ങുകളാണ്. ഒത്തിരി സപ്പോർട്ട്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് മോളെ? അമ്മ കഴിഞ്ഞാൽ അമ്മൂമ്മ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട്, എന്റെ പേര് പറയോ? അല്ല, നമ്മുടെ വീട്ടിലുള്ളവരാണ് ഉദ്ദേശിച്ചത്. ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്ന് ചോദിക്കാൻ? ആണ് സപ്പോർട്ട് ആളെന്തേലും പറയാറുണ്ടോ? പിന്നെ അവളിവിടെ അഭിനയിച്ച സിനിമയുടെ പോസ്റ്റർ കണ്ടാ പറയും ആവണിയുടെ സിനിമ. അതായത് ഇവള് കാണണമെന്നൊന്നുമില്ല, ആ പാട്ട് വന്നാ പറയും ആവണിയുടെ സിനിമ, പോസ്റ്റർ വന്നാ പറയും, കൂടെ അഭിനയിച്ച നടന്മാരെ കണ്ടാ പറയും, ഒക്കെ അവള് കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് പറയും. ചേച്ചിയുടെ സിനിമ, ആവണിയുടെ സിനിമ, ആവണി ഓർമ്മയില്ലേ അന്ന് എന്നൊക്കെ പറയും. ആണ് ചേച്ചി. ഇപ്പോൾ നമ്മൾ പഴയ ഓരോ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു അടുത്തൊരു കമ്മിങ്ങിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കിട്ടണേ, അല്ലെങ്കിൽ ഒരു അടിപൊളി, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തുടരും മോഹൻലാൽ. ശരിക്കും സാറിൻ്റെ ഒരു തിരിച്ചു വരവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇനി അടുത്ത ആരെ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ ആരുടെ പേരായിരിക്കും പറയാ? അല്ല, അതായത് മൂവീസ് വരികയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ദിലീപ് ഏട്ടന്റെ ഒരു എന്താ പറയാ തിരിച്ചു വരണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ ഇനി ആരുടെയാണ് ആഗ്രഹിക്കുന്നത്? ഓഫ് കോഴ്സ് ലാലേട്ടനായിരുന്നു. അതിപ്പോ തുടരുമില് ഭയങ്കര ബ്ലാസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല ശരിക്കും എന്താണ് ആ ഒരു മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ അവന് എന്താ പറയാ? തുടരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതില് വില്ലൻ ക്യാരക്ടർ ചെയ്ത പ്രകാശ് വർമ്മ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ബിയോണ്ട് ദ മൂവി കുറെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കായിരുന്നു, ഇത്ര നന്നായിട്ട് ഫസ്റ്റ് ഫിലിമിലൊക്കെ ഇങ്ങനെ ഇത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ക്യൂട്ട് വില്ലൻ. അത് ട്രോൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? അതുപോലെ ഫിനിക്സ് ഇറങ്ങിയപ്പോഴും ഒത്തിരി ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയോ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ട്രോൾസ് വന്നിട്ടുണ്ടായിരുന്നു, പോസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏത് പോസ്റ്റാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്? അതിലെ വേർഡിങ്സ് ഒന്നും ഓർമ്മയില്ല, കൊറേ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ടല്ലേ ഫിനിക്സില്. എന്റെ ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ഡയലോഗിൽ വെച്ചിട്ട് കുറെ റീൽസ് കുറെ പേര് ചെയ്തിട്ടുണ്ട്. എന്റെ ഡയലോഗ് പറഞ്ഞ് കുറെ പേര് ചെയ്തിട്ടുണ്ട്. കണ്ടോണ്ട് ഇങ്ങനെ ലൈക്ക് ഒക്കെ അടിച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് ഞാൻ തന്നെ എന്റെ ഡയലോഗ് കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാം കൈന്റെ അടുത്തുണ്ടല്ലോ, ഫോണിലെല്ലാം നമുക്ക് പറ്റൂലോ. സെൽഫ് PR ചെയ്യാനും എല്ലാം നമുക്ക് പറ്റുന്നോണ്ട് ഷീസ് ഡൂയിങ് വെൽ. ആണ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പൊ അവനൊരു ഫോൺ അഡിക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇതിന് തല്ലൊക്കെ. ഫോൺ അഡിക്റ്റ് അല്ല, ബട്ട് നമ്മള് അങ്ങനെ ഫോൺ യൂസേജ് പറയുന്നത് കൊണ്ടാണ്. അത്ര ഫോൺ അധികം യൂസ് ചെയ്യണ്ട, എത്ര നേരം ഇരുന്നാൽ മതി. രണ്ടുപേരോടും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഇവളാണെങ്കിലും അവളാണെങ്കിലും ഫോൺ അധികം എടുക്കരുത്, ആവശ്യമനുസരിച്ച് കൊടുക്കുക. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഇൻ്റർവ്യൂ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം, പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് ഇവളിപ്പോൾ ഈ ഫോൺ വെച്ച് കാമായിട്ടിരുന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഒക്കെ ഫോൺ കൊടുക്കും. ഇവക്കാണെങ്കിലും ഫോൺ കൊടുക്കും. ആ പോയിന്റ് കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞാൽ മതി, പിന്നെ ആവട്ടെ. അപ്പോഴേക്കും ചിലപ്പോൾ അമ്മ ഞാനൊരു റീൽ എഡിറ്റ് ചെയ്യണം, ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്യണം, 2 minutes
അത് കഴിഞ്ഞാൽ അങ്ങനെ പറയുള്ളൂ. അങ്ങനെയാണ്. ഇപ്പോൾ ചേച്ചി വന്ന് അതായത് ആദ്യം ഒരു ആക്ട്രസ് ആവുന്നതിന് മുന്നേ തന്നെ മോഡലായിരുന്നു അല്ലേ? അങ്ങനെ അതിൽ നിന്നാണ് വന്നത് തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണല്ലോ. അപ്പം ശരിക്കും ഒരു കാസ്റ്റിംഗ് ഇപ്പം പലരും പല രീതിയിൽ വിവാദമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു പ്രോപ്പർ കാസ്റ്റിംഗ് അല്ല. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെങ്ങനെ നിൽക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ കാര്യങ്ങൾ വരിക. ഈ കാസ്റ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ഒരുപാട് ഏജൻസികൾ ഫേക്കായിട്ടുള്ള ന്യൂസ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഏജൻസിയിലുള്ള ആളുകൾ ഫേക്കായിട്ട് അവർ ജെനുവിൻലി കാര്യങ്ങൾ അറിയിക്കുന്ന രീതിയിൽ അറിയിച്ചിട്ട് അവരെ കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്വയം സെക്യൂർ അനുസരിച്ചിട്ടിരിക്കും. സെയിം ലൈക്ക് ഐ സെഡ് ബിഫോർ. അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ അമ്മയോടൊരു കുസൃതി ചോദ്യം അല്ല, ഒരു തമാശയ്ക്ക് എന്ന് വേണം ചോദിക്കാൻ. അമ്മയുടെ ഒരു പെട്ടെന്ന് അമ്മ അഭിനയിച്ച സിനിമ പെട്ടെന്ന് പറയാതെ പെട്ടെന്ന് ഇങ്ങനെ പറയും. ഞാൻ അഭിനയിച്ച സിനിമകൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞ ഏതൊക്കെ പറയും? ചിത്ത, ദൃശ്യം 2, ആലോചിച്ച് പറയാണ്. ഒപ്പം റിംഗോ ഇറങ്ങിയിട്ടില്ല. 150 സിനിമ കഴിഞ്ഞു. ഈ 150 പറ. ഇന്ന് ചെല്ലുമ്പോ കിട്ടും. എനിക്ക് പറ്റില്ല. ഇപ്പൊ 5 പറഞ്ഞില്ല, ഞാൻ ഏറിപ്പോയ ഒരു 10 കൂടെ ആലോചിച്ച് പറയും. എനിക്കതിക്കുള്ളൊന്നും ഓർമ്മ വരില്ല. ശരി, പെട്ടെന്ന് കണക്ട് ആവില്ല. ഇനി ചേച്ചി ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ വെച്ചിട്ടൊരു മൂവി ഇറങ്ങുകയാണെന്ന് വെച്ചാൽ അമ്മയും മോളുമായിട്ട് തന്നെ. അമ്മയും മോളുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇറങ്ങുകയാണെങ്കിൽ ഓക്കെ. എന്തൊക്കെ മാറ്റം കൊണ്ട് വരണം ചേച്ചി? എങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും മോൾക്ക് കൊടുക്കേണ്ടത്? അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അവൾക്ക് കൊടുത്തത് അവൾക്ക്, എനിക്ക് കിട്ടുന്നത് എനിക്ക്. അങ്ങനെയാണ്. ശരി. അപ്പോൾ ഇനി നല്ല നല്ല പ്രോജക്ട്സ് വരട്ടെ. നമുക്ക് നല്ലൊരു നടിയായിട്ട് കിട്ടിയിരിക്കുകയാണ് അവളിനെ. അതുപോലെ ഇനിയും ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ കുട്ടിത്താരം കൂടി ഇൻവോൾവ് ആവട്ടെ. ദൃശ്യം 3 വേണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.